ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ അപ്ഡേറ്റ്സിന്റെ ആദ്യത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. റയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില റൂമറുകളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് ഗിൽബർട്ടോ മോറയാണ്. കേവലം 17 വയസ്സ് മാത്രമുള്ള മെക്സിക്കൻ വണ്ടർ കിഡ് ആണ് ഗിൽബർട്ടോ മോറ. സോളോസ്, മെക്സിക്കോ എന്നിവർക്ക് വേണ്ടി സമീപകാലത്ത് ഈ 17-കാരൻ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് ഈ മധ്യനിര താരത്തെ സൂക്ഷ്മമായി കൊണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഭാവിയിൽ റയൽ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ താരം അത് റനാറ്റോ വെയ്ഗയാണ്. ഒരു പുതിയ സെന്റർ ബാക്കിനെ കൊണ്ടുവരാൻ ഹൊസെ മൊറീഞ്ഞോക്ക് താല്പര്യമുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് റൗൾ അസൻസിയോയെ ഒഴിവാക്കി ആ സ്ഥാനത്തേക്ക് പുതിയ ഒരു സെന്റർ ബാക്കിനെ കൊണ്ടുവരാനാണ് മൊറീഞ്ഞോ ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. പോർച്ചുഗീസ് താരമായ റനാറ്റോ വെയ്ഗയെ ഇദ്ദേഹം ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. 23 വയസ്സുള്ള ഈ താരം സ്പാനിഷ് ക്ലബ്ബായ വിയാറയലിന് വേണ്ടിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ താരം അത് ഫെർലാൻഡ് മെൻഡിയാണ്. റയലിന്റെ ഭാവി പ്ലാനുകളിൽ മെൻഡിക്ക് ഇപ്പോൾ സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പറഞ്ഞുവിടാൻ ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ലെഫ്റ്റ് ബാക്കിന്റെ കോൺട്രാക്ട് അത് റയൽ മാഡ്രിഡ് ടെർമിനേറ്റ് ചെയ്തേക്കും എന്നാണ് റൂമറുകൾ. അങ്ങനെയാണെങ്കിൽ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ഇഷ്ടമുള്ള ക്ലബിലേക്ക് പോവാൻ ഫെർലാൻഡ് മെൻഡിക്ക് സാധിക്കും. ഇനി നാലാമത്തെ താരം അത് യാൻ ഡിയോമണ്ടയാണ്. റയൽ മാഡ്രിഡ് താരത്തിന്റെ അഗ്രിമെന്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നായിരുന്നു നേരത്തെ ഫാബ്രിസിയോ റൊമാനോ സ്ഥിരീകരിച്ചിരുന്നത്. പക്ഷെ അത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നാണ് മറ്റൊരു പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഫ്ലോറിയാൻ പ്ലെറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് റയലിന്റെ പുതിയ ഓഫറിനോട് ലീപ്സിഗ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കൂടുതൽ തുക വേണമെന്നാണ് അവരുടെ ആവശ്യം. ഇപ്പോഴും ഡീൽ പൂർത്തിയായിട്ടില്ല എന്നാണ് ഈ മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഡിയോമണ്ടെ റയലിലേക്ക് വരാനുള്ള ഒരുക്കത്തിലാണ്. പേഴ്സണൽ ടേംസ് ഒക്കെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ റയലിനും ലീപ്സിഗിനും ഇപ്പോഴും ഒരു എഗ്രിമെന്റിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും അപ്ഡേറ്റുകളാണ് റയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.